എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും റോസ് പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വേനൽക്കാലം ആരംഭിച്ചതോടുകൂടി തന്നെ നമ്മുടെ റോസ് പ്ലാന്റിൽ കുറേ കീടങ്ങളുടെ ബാധയും അതേപോലെ തന്നെ മുരടിപ്പും അങ്ങനെ പല രോഗങ്ങളും കണ്ടുവരുന്നൊരു സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടില്ലേ, എൻ്റെ വീട്ടിലത്തെ ഒരു റോസാണ്, നന്നായിട്ട് പൂവിട്ട് നിന്നിരുന്നൊരു റോസാണ് കേട്ടോ. വേനൽക്കാലം അതിശക്തമായപ്പോൾ അതിൽ കുറേ കീടബാധകൾ ഏറ്റിട്ടുണ്ട്. അതിൻ്റെ ഇലകളൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ, ഇലകളൊക്കെ പുഴുക്കളൊക്കെ കടിച്ച് മുരടിച്ച് പൂക്കൾ തീരെ ഇല്ലാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. മുന്നത്തെ റോസിൻ്റെ വീഡിയോയിലൊക്കെ ഇതുമ്മ ഉണ്ടായിട്ടുള്ള പൂക്കളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല പിങ്ക് കളറിലും അതുപോലെ തന്നെ റെഡും കൂടി കലർന്ന വലിപ്പത്തിലുള്ള പൂക്കളാണ് അതുമ്മ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇലകളൊക്കെ മുരടിച്ച് അതുപോലെ തന്നെ ഇലകളും വരുന്ന മുട്ടുകളൊക്കെ ഓരോ പ്രാണികൾ കടിച്ചു തിന്ന് ചെടി ആകെ നശിക്കാറായിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് നിർത്താമെന്ന്. പ്രൂൺ ചെയ്ത് നിർത്തിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ പുതിയ തളിർപ്പുകളും അതുപോലെ നല്ല വലിപ്പത്തിലുള്ള മുട്ടുകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കീടങ്ങളെ അകറ്റാനായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡും കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിതിൽ കൂടെ കാണാം. റോസ് ചെടിക്ക് നമ്മൾ എപ്പോഴും ഒരേ വളം തന്നെ കൊടുക്കാണ്ട് ഇടയ്ക്ക് മാറി മാറി വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ചെടി നന്നായി ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ വലിയ പൂക്കൾ ഉണ്ടാവാനൊക്കെ നല്ലത്. അപ്പോൾ നമുക്ക് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ നന്നായിട്ട് ഇറക്കിയിട്ടാണ് കേട്ടോ കമ്പുകൾ വെട്ടണത്. അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളും ഇതിൻ്റെ കൂടെ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. കീടബാധ ഒന്നും ഏറ്റില്ലെങ്കിലും നമ്മൾ ഓരോ തവണ പൂവിട്ട് കഴിയുമ്പോൾ കുറച്ചൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ റോസാ ചെടിക്ക് പുതിയ തളിർപ്പുകൾ വരാനും നല്ല ബുഷിയായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കീടങ്ങളെ അകറ്റാനായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഓരോരുത്തരുടെ ചെടിക്ക് അനുസരിച്ച് എടുത്താൽ മതിയാവും. ഞാനിവിടെ ഇപ്പോൾ ഒരു 3-4 സ്പൂണ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിങ്ങൾക്കറിയാലോ, എല്ലാ കീടങ്ങൾക്കും അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ നമ്മൾ പ്രൂൺ ചെയ്ത കമ്പുകളുടെ മേലെ ഓരോന്നുള്ളു മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കണം. അതിൻ്റെ വീഡിയോ എൻ്റെ ഒന്ന് മിസ്സായി പോയതാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി എല്ലാവർക്കും അറിയാമല്ലോ, കീടങ്ങളെ അകറ്റാനായിട്ട് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കാനൊക്കെ വളരെ നല്ലൊരു സാധനമാണ്. അത് നമ്മൾ ഒരു ഉരക്കല്ലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയൊക്കെ നമ്മളെപ്പോഴും കീടങ്ങളൊക്കെ അകറ്റാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ റോസിലുണ്ടാവുന്ന കീടങ്ങളെ അകറ്റാനായിട്ട് നമ്മുടെ വെളുത്തുള്ളി വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സാധനം കൂടി ആവശ്യമായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു കഷ്ണം കായമാണ്. കായം എന്ന് പറയുമ്പോൾ പൊടിയായിട്ട് കിട്ടും. പൊടിയായിട്ടുള്ളതല്ല വേണ്ടത്, നമുക്ക് കട്ടയായിട്ടുള്ള കായാണ് വേണ്ടത്. അത് അധികമൊന്നും വേണ്ട, ഒരു വളരെ കുറച്ച് മാത്രം ഒരു കഷ്ണം കായവും വേണം. കണ്ടല്ലോ, ഇത്രയും മാത്രം മതിയാവും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളമാണ്. നമുക്കിത് നന്നായിട്ട് കലങ്ങാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു സ്പ്രേയറിലേക്ക് മാറ്റിയിട്ട് ചെടിയുടെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചെടിയുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക ചെയ്യാം. ഇത് നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്കും കീടങ്ങൾ അകറ്റാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്നിട്ടുള്ള കുറച്ച് കമ്പുകൾ നമ്മൾ പുതിയ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി നടാൻ പോവാണ്. ഇതേപോലെയുള്ള കമ്പുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ കമ്പുകളുടെയൊക്കെ ഇലകളൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇലകൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ തുമ്പൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിക്കും. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മൾ ചകിരിച്ചോറും മണ്ണും അതുപോലെ തന്നെ ഞാനിതിൽ മുട്ടത്തോട് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴ ഇതേപോലെ കുഞ്ഞ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ റോസാക്കമ്പുകൾ കറ്റാർവാഴയുടെ ഉള്ളിലേക്ക് ഒന്ന് ഇറക്കി വയ്ക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഇത് അങ്ങനെ തന്നെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ച് മണ്ണൊന്ന് ഇട്ട് കൊടുത്ത് തിളപ്പിച്ചാൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ റോസാക്കമ്പിൽ വേര് പിടിച്ച് കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് കേട്ടോ റോസാ കമ്പുകൾ വേര് പിടിപ്പിച്ചെടുക്കാറുള്ളത്. എനിക്ക് പെട്ടെന്ന് തന്നെ വേരുകൾ പിടിച്ച് കിട്ടാറുണ്ട്. നമ്മളൊരു 5-6 കമ്പ് നട്ടാൽ അതിൽ 3 നമുക്ക് പിടിച്ച് കിട്ടാണ്ടിരിക്കില്ല, ഉറപ്പാണ്. ഇതെല്ലാം കുഴിച്ചിട്ടതിന് ശേഷം നമ്മളിതിൽ കുറച്ച് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് ഷെയ്ഡുള്ള ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ വേര് പിടിച്ച് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ ചകിരിച്ചോറുള്ള കാരണം അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, എപ്പോഴും ഈർപ്പത്തിൽ നിലനിൽക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതേപോലെ റോസിന് കീടബാധയുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിയിൽ ആദ്യം ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ഇത്. ഈ ഫ്ലവറുള്ള റോസാണ് ഇപ്പോൾ കീടബാധ ഏറ്റ് ഇതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.